സ്നേഹത്താൽ നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്ക് 2 സ്പോൺസേഴ്സ് ആണുള്ളത്. ഒന്ന് അരകുന്നത്ത് നിന്ന് ജോർജ് ജോൺ എന്ന ബ്രദറും അതേപോലെ ബാംഗ്ലൂരിൽ നിന്നും ഒരു വെൽവിഷറുമാണ്. ജോർജ് ബ്രദർ പറയുന്നത് തൻ്റെ അസിഡിറ്റി, നടുവേദന, മൈഗ്രെയിന്, മറ്റ് ശാരീരിക പ്രയാസങ്ങളെല്ലാം മാറി ആരോഗ്യത്തോടാക്കണമെന്ന് നമുക്കൊരു നിമിഷം ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ബ്രദറിൻ്റെ ശരീരത്തോട് ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, കർത്താവെ, അസിഡിറ്റി, മൈഗ്രെയിന്, കർത്താവെ, ഇതെല്ലാം പൂർണ്ണമായി മാറിപ്പോകട്ടെ അപ്പാ. കർത്താവെ, നടുവിനായിരിക്കുന്ന പ്രയാസങ്ങൾ ഇതെല്ലാം മാറട്ടെ അപ്പാ. ആ വേദന മാറിപ്പോകട്ടെ, വേദന മാറിപ്പോകട്ടെ അപ്പാ. അസിഡിറ്റി, കർത്താവെ, കുടലുകളിലെ പ്രയാസങ്ങൾ ഇതെല്ലാം ഇന്ന് സൗഖ്യമാകണം അപ്പാ. കർത്താവിൻ്റെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. മൈഗ്രെയിൻ മാറിപ്പോകട്ടെ അപ്പാ. തലവേദന ഇനി ഉണ്ടാകരുത്, അതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകരുത്. കർത്താവെ, ഇന്ന് ഇബ്രാഹിൻ്റെ ലൈഫിൽ ഒരു സൗഖ്യത്തെ പകരണമപ്പാ. ദൈവത്തിൻ്റെ കൃപയെ പകരണമപ്പാ. അതോടൊപ്പം തന്നെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മകൾക്ക് ആഹാരം കഴിക്കുവാൻ വിശപ്പില്ല എന്നാണ് പറയുന്നത്. കർത്താവെ, അതെല്ലാം മാറണം. ദേഷ്യ സ്വഭാവം മാറണം. വിശപ്പില്ലായ്മയും ദേഷ്യ സ്വഭാവവും മാറട്ടെ. മകളുടെ ലൈഫിലും ഒരു സൗഖ്യത്തെ പകരണം. കർത്താവുമായുള്ള ബന്ധം അപ്പാ ഈ വീട്ടിലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഈ മോളുടെ ലൈഫിലും അവിടുത്തെ കൃപ ചലിക്കണം. എല്ലാ ശാരീരിക പ്രയാസങ്ങളും മാറണം. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആ സ്നേഹത്തിലായിത്തീരട്ടെ അപ്പാ. സ്നേഹത്തിലായിത്തീരട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, വൈഫിനായി പ്രാർത്ഥിക്കുന്നു. കാൽമുട്ട് മാറ്റിവെച്ചതാ, അതിനെ തുടർന്നുള്ള എല്ലാ പ്രയാസവും മാറണം അപ്പാ. കർത്താവെ, ആ മുട്ടിലായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ, തൻ്റെ ശരീരത്തിലായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ, കർത്താവെ, അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ. ഈ വീടിന്മേൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. അവിടുത്തെ സൗഖ്യം ചലിക്കണം അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വെൽവിഷറും നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഈ വെൽവിഷർ പറയുന്നത് തൻ്റെ ഫാമിലിയിലെ പ്രോബ്ലം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തൻ്റെ ഹസ്ബൻഡ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. വീട്ടിൽ മകനുമായുള്ള പ്രശ്നങ്ങൾ മാറണം. കർത്താവെ, ഈ കുടുംബത്തിന്മേൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പോൾ. ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന, സ്വസ്ഥതയെ കളയുന്ന എല്ലാ ഇരുട്ടിൻ്റെ അപ്പോൾ ആ പ്രവൃത്തികളും മാറിപ്പോകണം അപ്പോൾ. കുടുംബ വഴക്കുകൾ മാറട്ടെ അപ്പാ. പരസ്പരം ചേർച്ചയില്ലാതാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. ആ ഇരുട്ടിൻ്റെ ബലം ഉടയട്ടെ അപ്പാ. കർത്താവെ, മകനുമായുള്ള പ്രശ്നങ്ങൾ മാറട്ടെ അപ്പാ. കർത്താവെ, യേശുവിൻ്റെ ഹസ്ബൻഡിനെ തൊടണം കർത്താവെ. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകണം കർത്താവെ. സിസ്റ്ററിൻ്റെ ലൈഫിൽ അതുണ്ടാകണം. മകനോടുള്ള ബന്ധത്തിൽ അതുണ്ടാകണം കർത്താവെ. വീട്ടിൽ സമാധാനം ഉണ്ടാകണം അപ്പാ. സ്വസ്ഥതയുണ്ടാകണം അപ്പാ. കർത്താവെ, ഒരു സൗഖ്യത്തിലേക്ക് വരണം അപ്പാ. നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ദൈവസ്നേഹത്തിലേക്ക് വരട്ടെ അപ്പാ. ദൈവസ്നേഹത്തിലേക്ക് വരട്ടെ അപ്പാ. ഈശോയോട് നിന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത 2 കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. TV പ്രേക്ഷക സംഗമം കണ്ണൂർ മെയ് 8 രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ, തളാപ്പ്, കണ്ണൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മെയ് 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ന്യൂ ഇയറിന്
നമ്മൾ കേട്ട മെസ്സേജിൻ്റെ ചില ഭാഗങ്ങളാണ്. ന്യൂ ഇയർ മെസ്സേജ് അല്ല, എന്നാൽ അതിനുശേഷം സൺഡേയിൽ ചർച്ചിൽ കർത്താവ് സംസാരിച്ച ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും എനിക്കുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് ആ വാഗ്ദത്തങ്ങൾ എൻ്റെ ലൈഫിൽ വരുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ ശരിയായ വിധത്തിൽ അനുഭവിക്കാനായി കഴിയത്തുള്ളൂ. ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊരു മറുപടി ആകട്ടെ. ചില വ്യക്തികൾ പറയാറുണ്ട്, നാളുകളായി ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ മാറ്റമില്ലല്ലോ എന്ന്. എന്നാൽ ദൈവജനം പറയാണ്, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആ അനുഭവത്തിലായിരിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ വർഷത്തെ മെസ്സേജിൻ്റെ ഒരു പോർഷനും കൂടെ പ്രസംഗിക്കണമെന്ന് ചിന്തിച്ചായിരിക്കുന്നത്. അത് മുഴുവനായി പറയാൻ കഴിയണം എന്നാണ് ചിന്ത. 2-4 ആഴ്ചകളും എടുക്കുമായിരിക്കും. ഞാൻ ന്യൂ ഇയറിന് പറഞ്ഞതിൻ്റെ ആ സ്ഥലത്ത് എത്തണമെങ്കിൽ ഒരു 4 ആഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ പലതും ഓടിച്ചാണ് പറഞ്ഞത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അടുത്തിരിക്കുന്ന ആളെ 1-2 പേരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്തോ അസാധാരണമായി സംഭവിക്കാൻ പോവുക. ഫുൾനെസ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നതിന് വേറൊന്ന് പറയാം, നമുക്ക് ദൈവിക നിറവെന്ന് പറയാം, ദൈവത്തിന്റെ നിറവെന്ന് പറയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വാചകം എന്ന് പറഞ്ഞ ഫ്ലെയിംസ് ഓഫ് ഫയർ, ഫ്ലെയിംസ് ഓഫ് ഫയർ. ആമേൻ, ആമേൻ. ആത്മാവിന്റെ തീനാളം, ആത്മാവിന്റെ തീനാളം എന്ന് പറഞ്ഞ തീജ്വാല. പറഞ്ഞേ, തീജ്വാല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഈ വർഷം നീ ഒരു തീജ്വാലയായി മാറാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് കൈ അടിച്ചോണ്ട് പറ, യു ആർ ഗോയിങ് ടു ബി എ ഫ്ലെയിം ഓഫ് ഫയർ. യു ആർ ഗോയിങ് ടു ബി എ ഫ്ലെയിം ഓഫ് ഫയർ. തീക്കൊരു സ്വഭാവമുണ്ട്, അത് എവിടെ ചെല്ലുന്നു അത് ചുറ്റുമുള്ള ആളുകളെ അറിയിക്കും. തീക്കൊരു സ്വഭാവമുണ്ട്, അത് ചുറ്റുമുള്ള ആളുകളെ കത്തിക്കും. തീക്കൊരു സ്വഭാവമുണ്ട്, ചിലതിനെ ഇല്ലാതാക്കും. തീക്കൊരു സ്വഭാവമുണ്ട്, ചുറ്റുമുള്ള വെളിച്ചം കൊടുക്കും. തീക്കൊരു സ്വഭാവമുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഒരു ഹല്ലേലൂയ പറയാവോ? തീക്കൊരു സ്വഭാവമുണ്ട്, അത് ഏറ്റവും ചെറുതായിരുന്നാലും ഒരു വലിയ കാടിനെ അതിന് പിടിച്ചടക്കാൻ പറ്റും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട്, വളരെ ചെറുതായിരുന്നാലും ഒരു പട്ടണം കത്തിക്കാൻ, ഒരു കാട് കത്തിക്കാൻ അത് ധാരാളം മതി. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുക, നിങ്ങളിലുള്ളത് ലോകത്തിലുള്ളതിനേക്കാൾ വലിയതാണ്. ഉള്ളത് ലോകത്തിലുള്ളതിനേക്കാൾ വലിയതാണ്. ഒരു വലിയ കാടിനെ കത്തിക്കാൻ, ഒരു പട്ടണം സാധിക്കാൻ. ഞാൻ പലപ്പോഴും ട്രെയിന് യാത്ര ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ട്രെയിനിൽ എങ്ങനെയാ കത്തിപ്പിടുത്തം ഉണ്ടാകുന്നതെന്ന്. കാരണം ട്രെയിനിലൊന്നും കത്താനുള്ള മൊത്തം ഇരുമ്പല്ലേ ഉള്ളത്, എങ്ങനെയായി കത്തുന്നത്, തീ പിടിക്കുന്നതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ തീ പിടിച്ചാൽ ആ ട്രെയിനെ മുഴുവൻ വിഴുങ്ങാൻ അതിനും കഴിയുന്നുണ്ട്. ഇരുമ്പാണ് ചുറ്റുമെങ്കിലും അതിനുപോലും അതിനെ തടുക്കാൻ കഴിയാത്ത, അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന സ്ഥലത്തല്ല അതും കേറിയിട്ട്. തീയുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന സ്ഥലത്തല്ല അത് കേറിയിട്ട് കത്തിച്ചു കളയമേ. നിങ്ങൾ കൈയടിച്ചില്ലല്ലോ, ഒന്നും കൂടെ ഞാൻ പറയാം. അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥലത്തല്ല അത് കേറിയിട്ട് അവിടെ അങ്ങ് തീയാക്കി കളയോ. ഈ പട്ടണത്തിൽ നമുക്ക് വേണ്ടി ഒരു കൂട്ടം, ഈ പട്ടണത്തിൽ നമുക്ക് വേണ്ടി ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. അല്ല, ഈ പട്ടണത്തിൽ വലിയ ലക്ഷക്കണക്കിന് ജനം നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുക. നമ്മൾ ഈ തീ സ്വാധീനിക്കുന്ന സ്ഥലത്തേക്ക് അത് കയറി ചെല്ലാൻ പോവാ. ഇരിക്കാൻ നമുക്ക്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പൊട്ടൻഷ്യൽ എന്നൊരു വിഷയമായിരുന്നു അല്ലേ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹിഡൻ എബിലിറ്റിയാണ്, നമ്മുടെ ഉള്ളിലുള്ള മറഞ്ഞിരിക്കുന്ന കഴിവുകളാണ്. അതിനു മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞു, ഈ വർഷം, കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം പോലെ നമ്മളെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ചിലർ ചോദിച്ചു, അതെന്താ സഭ 2000 വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ? ആണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, കൊറോണയ്ക്ക് ശേഷം ദൈവം ഒരു പുതിയ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുകയാണ്.
ഞാൻ ഇന്നലെ തോമസ് കുട്ടി ബ്രദറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് വാര്യപുരം യോനാച്ചൻ എന്ന് പറയുന്നൊരു ദൈവവൃത്തൻ പറഞ്ഞൊരു ദൂത് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തോട് പണ്ട് അദ്ദേഹം ചെറുപ്പമായിരുന്ന സമയത്ത് തൻ്റെ ഭാര്യ വീട്ടിൽ നടന്നൊരു മീറ്റിങ്ങിൽ വെച്ച്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹത്തോട് വാര്യപുരം യോനാച്ചൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ പറഞ്ഞൊരു ദൂത്. ഞാനത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷിച്ചു ആ വാചകം കേട്ടപ്പോൾ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ബന്ധക്കോസിനകത്തുനിന്ന് ഒരു ബന്ധക്കോസ് ഉണ്ടാകുന്നു. ഒരു ഭയങ്കര രസമുള്ളൊരു വാചകം തോന്നി. എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹം കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, അതിൽ മുൻനിരയിൽ നീ കാണുമെന്ന്. ഞാൻ നിങ്ങളോട് പറയാം, ആത്മീയരുടെ ഇടയിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ ദൈവം വേർതിരിക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ബന്ധക്കോസിലെ ബന്ധക്കോസ്. ഒരു കൂട്ടം ആളുകളെ ദൈവം എന്ത് ചെയ്യാൻ പോവുക? വേർതിരിക്കാൻ പോവുക. ആ വേർതിരിക്കപ്പെട്ട ആളിനെ അടിസ്ഥാനമിട്ട് അവരുടെ പൊട്ടൻഷ്യലിനെ പരിപൂർണമായി കൊണ്ടുവരുന്ന സീസണിലാണ് നമ്മൾ നിൽക്കുന്നത്. നീ ആ കൂട്ടത്തിലുള്ളതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ ചുണയായിട്ടൊന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. സഭയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തുവാ? നിങ്ങളുടെ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തുവാ? നിങ്ങൾ മരിച്ചവരെ ഉയർക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാകണം. Rising death is going to be a normal. Miracles are going to be normal. Miracles are normal. Rising death also going to be normal. മരിച്ചവരെ ഉയർക്കുന്നത് സാധാരണ കാര്യമാകട്ടെ. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല. ദൈവം അതിനു വേണ്ടി കണ്ടത് ഏറ്റവും വലിയ കാര്യം, അതിനുവേണ്ടി ദൈവം ചെയ്യുന്നത് ആ പൊട്ടൻഷ്യലിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മീയ അനുഭവങ്ങൾ, ദൈവം പകർന്നിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ പൂർണ്ണമായി വരണമെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ഫുൾനെസ് ഓഫ് സ്പിരിറ്റ് ആണ്, ആത്മാവിൻ്റെ നിറവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇതിനകത്ത് ഒത്തിരി പേര് വന്നിട്ടില്ലാത്തവരാകൊണ്ട് ഞാൻ അവർക്കും കൂടെ വേണ്ടി സംസാരിക്കുമോ? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ ആ രാത്രിയിൽ ന്യൂ ഇയറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ച ആദ്യത്തെ കാഴ്ച, ഒരു ദൂതൻ ചിലരുടെ കാലുകൾ കഴുകുന്നു. ആ കാലുകളിൽ അഴുക്കുണ്ട്, ആ കാലുകളെ ക്ലീൻ ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, ചിലരുടെ കാലുകളെ ഈ സീസണിൽ ദൈവം കഴുകുകയാണ്. പിന്മാറ്റത്തിലായിരുന്നവർ, ആത്മീയ അനുഭവത്തിൽ നിന്ന് പുറകോട്ട് പോയവർ, ഞാൻ അവരെ നോക്കിയൊരു ദൂത് പറയാം, കർത്താവ് അവരുടെ കാലുകളെ റിസ്റ്റോർ ചെയ്യുകയാണ്. കഴിഞ്ഞില്ല, അതിനുശേഷം ഞാൻ കണ്ടൊരു വെളിപ്പാട്. തിളങ്ങുകയാണോ, പ്രകാശമാണോ, അതോ സ്വർണ്ണ നിറമാണോ, സ്വർണ്ണമാണോ എന്നറിയാത്ത അതിമനോഹരമായൊരു സാൻഡിൽ, ഒരു ചെരുപ്പ് അവരുടെ കാലുകളിൽ അവൻ ധരിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഒരു പുതിയ സീസണിലേക്ക് കാലുവെക്കാൻ ചിലരെ ദൈവം പുതിയ ചെരുപ്പുകൾ ഏൽപ്പിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലുകൾ, നിങ്ങളുടെ കാലുകൾ അനേക സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളോട് പറയാം, അത് ഒരു വിപ്ലവമാകാൻ പോകുകയാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം, നിങ്ങളുടെ വീടുകളിലുള്ള മീറ്റിങ്ങുകൾ തണുത്തു പോകുന്ന സ്ഥലമാണ് ഉള്ളതെങ്കിൽ ആ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് വേറൊരു വീട്ടിൽ വെക്കേ, ഒരു പുതിയ ഉണർവുണ്ടാകാനായി പോകുന്നു. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. ദൈവം ചിലരെ സുവിശേഷത്തിന്റെ തീയായി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ആത്മീയമായി അനേകരെ നേടിക്കൊണ്ടിരുന്നയാളാ, പക്ഷെ എവിടെയോ തണുത്തുപോയെന്ന് തോന്നുന്ന ആളുകളുണ്ടോ? അവിടെ കരമൊന്ന് ഉയർത്തി കാണിക്കാവോ? ഞാൻ അവരോട് പറയാം, അവർക്ക് വേണ്ടി ദൈവം ഒരു പുതിയ സീസണെ തുറക്കുകയാണ്. എന്റെ കൂടെ ഉള്ളവരെന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. അവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു പുതിയ സീസണെ തുറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ആർക്കും ഏൽപ്പിക്കാത്ത പുതിയ ചെരുപ്പിനെ ദൈവം ഏൽപ്പിക്കാൻ പോകുകയാണ്. കമോൺ 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 കമോൺ. ഞാനിത് പറയുമ്പോൾ ഞാൻ കണ്ട വെളിപ്പാട്, ഞാൻ ആ ചെരുപ്പ് നൽകപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ സ്പീഡ് അങ്ങ് മാറുക. ആ വ്യക്തിയുടെ നടത്തയുടെ സ്പീഡ് മാറുന്നു, ആ വ്യക്തിയുടെ നടപ്പിന്റെ സ്ഥിതി മാറുന്നു, ആ വ്യക്തിയിൽ ഒരു സൗന്ദര്യം എഴുന്നേറ്റ് വരുന്നു. ഈ സീസണിൽ സംഭവിക്കാൻ പോകുകയാണ്. സുവിശേഷത്തിന്റെ അതിശക്തമായ ഒരു ഉണർവ് നിങ്ങളുടെ ഇടയിലേക്ക് ദൈവം ചലിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു നിങ്ങളുടെ കാലിലെ ചെരുപ്പ് ഊരിയിട്ട് വേറെ ആരോ ഒരു ചെരുപ്പ് ഇട്ടുന്നോ? എനിക്ക് തോന്നുന്നു ആ ഒരു ദൂതൻ ഇറങ്ങി ഇപ്പോൾ ചിലരുടെ കാലിൽ ചെരുപ്പണിയിക്കുകയാണ്.
ഞാൻ പറയുന്ന സംഭവങ്ങൾ നാളെ നടക്കുമെന്നല്ല കേട്ടോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ദുബായിൽ എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട്. ഞാൻ എറണാകുളത്തേക്ക് പോകുന്നതിന് ഏകദേശം 5 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യണം. എന്നാൽ 3000 കിലോമീറ്റർ മുകളിലുള്ള ദുബായി പോകണമെങ്കിൽ, 3900 കൂടുതൽ കിലോമീറ്റർ ഉള്ള ദുബായി പോകണമെങ്കിൽ എനിക്ക് 4 മണിക്കൂർ വേണ്ട, 3.5 മണിക്കൂറൊക്കെ മതി. നല്ല ഡ്രൈവറാണെങ്കിൽ 2.5 മണിക്കൂറിട്ടും കൊണ്ടിടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഞാൻ 1.5 മണിക്കൂറൊക്കെ ലേറ്റായിട്ട് ദുബായിൽ ഫ്ലൈറ്റ് എടുത്തിട്ട് റൈറ്റ് ടൈമിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്പീഡ് അവർ മാനേജ് ചെയ്യുന്നത് 15 മിനിറ്റൊക്കെ സാധാരണ അവർ മാനേജ് ചെയ്യും, 1/2 മണിക്കൂർ ഉറപ്പായിട്ട് മാനേജ് ചെയ്യും. പക്ഷെ 1.5 മണിക്കൂറൊക്കെ മാനേജ് ചെയ്ത സമയം കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? വളരെ നാളുകൾ കൊണ്ട് നടക്കേണ്ടത് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്, വളരെ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് വാഹനം മാറിയതോടു കൂടെ വേഗത്തിൽ സാധിക്കുന്നത് പോലെ. നിങ്ങൾക്ക് മനസ്സിലാകണോ? നിങ്ങൾ ദുബായിലേക്ക് ഒരു ബസ്സിലായി യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ബസ്സിൽ പോകാൻ പറ്റും, കാറിൽ പോകാൻ പറ്റും ദുബായിലേക്ക്. പക്ഷേ ഒരു 20 ദിവസം 15 ദിവസമെങ്കിലും എടുക്കും, അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും എടുക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇവിടുന്ന് പാകിസ്ഥാനിൽ കയറി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കയറി, അങ്ങനെ 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 നമുക്ക് ഇവിടെ പോവാം. ടർക്കിസ്ഥാനിൽ കയറി അടുത്ത സ്റ്റെപ്പിൽ ദുബായിലേക്ക് എത്താം. പക്ഷേ അതെടുക്കുന്ന ദിവസം മണിക്കൂറുകൾ കൊണ്ട് സാധ്യമാകും. നിങ്ങളുടെ സ്പീഡിനെ ദൈവം ആക്സലേറ്റർ ചെയ്യാൻ പോകുന്നു. വിഷ്ണു ജോസഫ് സാറെ കേട്ടോണം, സഭയുടെ സ്പീഡ് ആക്സലേറ്റർ ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങളോടുള്ള ദൂത. നിങ്ങളുടെ ശുശ്രൂഷയുടെ സ്പീഡ് ആക്സലേറ്റർ ചെയ്യാനായി പോകുന്നു. ഒരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ പ്രയർ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലും കൂടെ നിങ്ങൾ തുടങ്ങണം. ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറുള്ളവരുന്ന കരങ്ങൾ ഉയർത്തി കാണിച്ച് ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ചിലത് കാണാൻ കഴിയും. നിങ്ങളുടെ കൈകളിൽ അസാധാരണം ചലിക്കുന്നത് കാണാൻ കഴിയും, അത്ഭുതങ്ങൾ ചലിക്കുന്നത് കാണാൻ കഴിയും. This is our season. This is our time. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ഇതെന്റെ സമയോ, ഇതെനിക്കുള്ള സമയോ. ഡാമുകൾ പൊട്ടി ഒഴുകി പട്ടണത്തിലേക്ക് അത് ചെല്ലുന്നത് പോലെ ചിലത് ഒഴുകാൻ പോകുകയാണ്. രണ്ടാമത് എന്നെ കർത്താവ് കാണിച്ചത്, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരാളുടെ കണ്ണട മാറുന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഓടുവാണ് ഞാൻ. ആ കണ്ണട ഞാൻ നോക്കിയപ്പോൾ ആ കണ്ണട പൊട്ടിയിട്ടുള്ള കണ്ണടയാണ്, കാഴ്ച വ്യക്തമല്ല. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, ജോണെ റെവലേഷൻ ഉണ്ട് പക്ഷെ വ്യക്തതയില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ ശ്രദ്ധിച്ചോണം, എൻ്റെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ച മാറാൻ പോകുന്നു, റെവലേഷന്റെ ആഴം മാറാൻ പോകുന്നു, നിങ്ങളുടെ ശുശ്രൂഷയുടെ വ്യക്തത ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ വീട്ടിലെ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കാര്യം അടുത്തൊരു ലെവൽ ഓഫ് റെവലേഷൻ ഉണ്ടാകാൻ, അടുത്ത ലെവൽ ഓഫ് പ്രൊഫറ്റിക് വേർഡ് ഉണ്ടാകാൻ, ഒരു ഫോറൻസിക് പ്രൊഫസി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞാനതിനെ കർത്താവിനോട് വാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ എൻ്റെ സോളിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും പ്രയോറിറ്റി പാസ് ഉണ്ട്. ഏത് രാജ്യത്തും ഏത് എയർപോർട്ടിലും ഏത് ലോഞ്ചിലും ഞങ്ങൾക്ക് ഫ്രീ ആണ്. സോ സോളിക്ക് കിട്ടിയ പ്രയോറിറ്റി പാസ് പുതിയതാണ്, ഈ 2030 വരെ ഉണ്ട്. സോ ആ പ്രയോറിറ്റി പാസ് കാണാനില്ല. നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നു? സോളി എവിടെ വെച്ചെന്ന് സോളി കണ്ടില്ല. ഞാൻ സോളിയോട് പറഞ്ഞു, സോളി എന്നോട് പറഞ്ഞു ഇത് പുതിയ പറഞ്ഞാൽ അപ്ലൈ ചെയ്തൂടെ, അപ്ലൈ ആവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു നിർബന്ധം, ഞാൻ ലീഡേഴ്സ് മീറ്റിങ്ങിലും പറഞ്ഞു, ഞാനത് പ്രാർത്ഥിച്ചിട്ട് എവിടെ ഇരിക്കുന്നത് കണ്ടിട്ടേ ബാക്കി പരിപാടിയുള്ളെന്ന്. പണ്ട് ഞാനതങ്ങനെ ചെയ്യുമായിരുന്നു, പക്ഷെ അതിനൊരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. ഹീലിംഗ് എന്ന് പറയുന്നതിനായിരുന്നു സീരിയസ്നെസ്. പക്ഷെ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, നിനക്ക് തന്നതെല്ലാം സീരിയസ് ആയി നീ കാണണം. എൻ്റെ കൂടെ ഉണ്ടോ? എന്നോട് കർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ ഇന്ന ഡ്രോയിൽ ആ സാധനം ഇരിപ്പുണ്ടെന്ന്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെന്ന്? നഷ്ടപ്പെട്ടതൊന്നുമില്ല. സോളി പിന്നീട് ഏതോ കവറിനകത്ത് പല കാർഡുകൾ വെക്കുന്നൊരു കൂട്ടത്തിൽ ഒരു സാധാരണ പൈസയും കവറും കൂടെ അതിനകത്ത് കൊണ്ടുവച്ചത് അവള് മറന്നുപോയതാ. അത് ദൂതം കൊണ്ടുവച്ചൊന്നുമല്ല, അവള് മറന്നുപോയതാ. റെവലേഷനുകൾ വ്യക്തമാകാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് എന്നോട് കർത്താവ് ഇടപെട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്തെങ്കിലും അടച്ച് വെച്ചാൽ അതെന്താന്ന് പറയാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള വെളിപ്പാടുകൾ വരാൻ പോകുന്നു. I am serious.
ഞാനൊരു ദൈവമനുഷ്യനാണ്, കർത്താവിനോട് നിങ്ങൾ ഇടപെടാതെ പറയത്തില്ലെന്ന് തോന്നുന്നവരെങ്കിലും ഇത് സ്വീകരിച്ചോണം. ആ വിധത്തിലേക്ക് റെവലേഷൻ കയറാൻ പോകുന്നു. ദൂതിങ്ങനെയാണ്, ശുശ്രൂഷകരുടെ മുമ്പിൽ ഒരു കാര്യം മറഞ്ഞിരിക്കത്തില്ല എന്ന് ലോകം പറയുന്ന വിധത്തിലേക്ക് ഒരു എഴുന്നേൽപ്പേന്നു. ഒരു അസാധാരണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സഭയ്ക്കകത്ത് വന്ന ഒരു കാര്യം മറഞ്ഞിരിക്കത്തില്ല. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ തിരിയാൻ പോകുന്നു. അങ്ങനെ ശുശ്രൂഷ എഴുന്നേക്കാൻ പോകുന്നു. ആൾറെഡി നമ്മുടെ ഇടയിൽ അതുണ്ട്. പക്ഷെ അതിന്റെ അടുത്തൊരു നിലവാരം ഇന്ന് ചിലരുടെ മേൽ പകരപ്പെടാൻ പോകുന്നു. ഈ പകൽ പകരപ്പെടാൻ പോകുന്നു. ക്രിസ്തുവിലാണ് എനിക്കെല്ലാ നന്മകളും അനുഭവിക്കാൻ കഴിയുന്നത്. അതായത് ക്രിസ്തുവിലാണ് എന്ന ബോധ്യത്തിൽ എത്രത്തോളം ഒരാൾക്ക് ആയിരിക്കാൻ കഴിയുന്നു, അത്രത്തോളം അയാളുടെ ലൈഫിലെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും അയാൾക്ക് അനുഭവിക്കാനായി കഴിയും. നമ്മളുടെ ഉള്ളിലെ ബോധ്യമാണ് ഞാൻ എത്രത്തോളം ക്രിസ്തുവിലായിരിക്കുന്നു എന്ന നമ്മളെ അത് പൊസസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതിനനുസരിച്ചാണ് നമ്മുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു എന്ന ഉറപ്പിലായിരുന്നാട്ടെ, ആ ബോധത്തിലായിരുന്നാട്ടെ, ആ ബലത്തിലായിരുന്നാട്ടെ, എല്ലാവിധമായ നന്മയിലും ദൈവിക സ്വഭാവത്തിലും എല്ലാം കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, സർജറി വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെടുത്ത് എൻ്റെ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ മകൾ നമ്മുടെ മുൻപിൽ ആയിരിക്കുന്നത്. ഈ മകളുടെ പേര് അശ്വതി. ഈ മകളുടെ അച്ഛന് ലഭിച്ച സാക്ഷ്യമാണ്. കഴിഞ്ഞ 4 വർഷത്തോളമായി BPH പ്രയാസം ഉണ്ടായിരുന്നു. മെഡിസിൻ കണ്ടിന്യൂസ് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സ് അതിനെ തുടർന്ന് സർജറി എമർജൻസി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ യൂട്യൂബിൽ പ്രാർത്ഥനാ വിഷയം ഇട്ടു, ബ്രദർ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്തപ്പോൾ എല്ലാ റിസൾട്ടും നോർമലാണ്. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിക്കാം. മോളുടെ അപ്പനുണ്ടായ സൗഖ്യം കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചു. അതുപോലെ ഈ മകൾക്ക് കിട്ടിയ സാക്ഷ്യമുണ്ട്. ഡിഗ്രി പഠിക്കുന്നതിനായി ഒത്തിരി കോളേജുകളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരിടത്ത് നിന്നും വിളിച്ചിരുന്നില്ല. എന്നാൽ ഒത്തിരി പ്രയാസത്തോടെ ആയിരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ പ്രാർത്ഥനാ വിഷയം ഇട്ടു, സോളിസിസ്റ്റർ പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ച തന്നെ കോളേജിൽ നിന്ന് മോള് വിളിച്ചു, ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ അനിയത്തിക്ക് ഒരു സാക്ഷ്യം ഉണ്ടായി. അനിയത്തി സ്കൂളിൽ സ്പോർട്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പോകുന്നതിനൊന്ന് ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നു പോയത്. യൂട്യൂബിൽ പ്രാർത്ഥന വിഷയമായിട്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി റീജിയണൽ ലെവൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ആന്റിയുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. ഈ ആന്റിയുടെ പേര് സന്ധ്യ, ഹസ്ബൻഡിന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. പള്ളിച്ചിൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 15 വർഷമായിട്ട് ആന്റിക്കും ഹസ്ബൻഡിനും ബോഡി മൊത്തം ഉണ്ടായിരുന്ന ചൊറിച്ചിലിന്റെ ബുദ്ധിമുട്ട് കർത്താവ് പരിപൂർണമായി മാറ്റിയ ഒരു അത്ഭുത സാക്ഷ്യം. ചേച്ചി എന്നെ പറഞ്ഞു എന്തോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്നെല്ലാം കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ലായിരുന്നു. ഹസ്ബൻഡിനും ഉണ്ട്, ചേച്ചിക്കും ഉണ്ട്. ഹസ്ബൻഡിനാണ് കൂടുതലുണ്ടായിരുന്നത്. എന്തു ചൊറിച്ചിലെന്ന് പറഞ്ഞ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പെട്ടു. അല്ല, ഈ മൊത്തം എല്ലാം ചൊറിച്ചിലും തടിച്ച് വരുമായിരുന്നു. 15 കൊല്ലമായിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഒരു നല്ല കൈയടി കൊടുത്തേ ഒക്കത്തുള്ളൂ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇവർ മറ്റൊരു വീട്ടിൽ താമസം മാറാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ചർച്ചിൽ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആന്റിക്ക് ഒരാഴ്ച മുമ്പേ ആന്റിയുടെ വാരിയെല്ലിന്റെ വലതു ഭാഗത്തായിട്ട് വലിയ പെയിൻ ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് എല്ലാ ടെസ്റ്റും ചെയ്തു. അതിലൊരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത് ഡോക്ടർമാർ. പക്ഷെ ആന്റിക്ക് വല്ലാത്ത പെയിൻ ആയിരുന്നു. അങ്ങനെ ചർച്ചിൽ വന്നു. അപ്പോൾ ബ്രദർ ഒരു ദൂത് പറഞ്ഞു, ഒരു വ്യക്തിക്ക് വാരിയലിന്റെ താഴെയായിട്ട് ഒരു കട്ടിയുണ്ട്, അതിപ്പോൾ കർത്താവ് മാറ്റുകയാണെന്ന് പറഞ്ഞു. ആ സമയം ആന്റി ഫ്രണ്ടിൽ വന്നു, ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു എന്നാണ് ആന്റി പറയുന്നത്. അന്ന് എന്നോട് പറഞ്ഞു ചെറിയൊരു കട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണ്? വാരിയലിന്റെ മേളിൽ ഒരു ചെറിയ കട്ടി ഉണ്ടായിരുന്നു, അത് പറഞ്ഞില്ല അവള്, അതുകൊണ്ട് ചോദിച്ചേ. അത് മാറി. കൈ അടിച്ച കർത്താവിനെ സ്തുതിച്ചേ. വലിയ സന്തോഷമുള്ള കാര്യം അല്ലേ? ഒന്നുകൂടെ ചോണയായിട്ടൊരു കൈയടി കൊടുത്തേ കർത്താവിനെ. ആമേൻ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം.
TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഓരോ സാക്ഷ്യങ്ങളും എൻ്റെ ലൈഫിൽ ചെയ്യുന്നത്, കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തെ അത് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. എൻ്റെ ഉള്ളിലെ വിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലും നാളുകളായി ചിലത് നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നത്തെ അത്ഭുതം പോലെ, ഇന്നത്തെ ലൈഫ് പോലെ, കർത്താവിൻ്റെ പ്രവൃത്തി പോലെ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇവരുടെ ലൈഫിൽ ദൈവിക അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ അപ്പാ, വാതിൽ തുറക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കാനും കഴിയട്ടെ അപ്പാ. ഇന്ന് ഞങ്ങൾ കേട്ട മെസ്സേജ് പോലെ ക്രിസ്തുവിലെന്ന ബോധത്തിൽ, ക്രിസ്തുവിലെന്ന ബോധ്യത്തിൽ കർത്താവെ ചലിക്കുവാൻ, ജീവിക്കുവാൻ കഴിയട്ടെ അപ്പാ. അത്ഭുതങ്ങളിൽ ജീവിക്കുവാൻ കഴിയട്ടെ. ആ ദൈവിക നന്മയെ അവകാശമാക്കുവാൻ കഴിയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഹാലൊറൂഷകലകരം ദേ സ്റ്റിച്ചിങ്ങിൽ അവനോട് ബന്ധപ്പെട്ട, ആ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി മനസ്സിടിഞ്ഞിട്ടാണ് താനായിരിക്കുന്നത്. തൻ്റെ ശരീരം കൊണ്ടും ചില ബലഹീനതയെ താനായിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കരം ആ വീടിനെ സന്ദർശിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് കൊടുക്കുന്ന ദൈവിക നന്മയ്ക്കായി നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഹാലുറുഷകരകരകരം ധരേക്കുറു കർത്താവേ. അതോടൊപ്പം തന്നെ ഷോൾഡറിൽ, അതേപോലെ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദനയോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. മുൻപിലും പുറകിലും എല്ലാം വേദനയോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പോൾ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി. ഇവരുടെ ലൈഫിൽ ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ അപ്പോൾ. ആ സൗഖ്യം ചലിക്കട്ടെ അപ്പോൾ. യേശുവേ, സൗഖ്യം ചലിക്കട്ടെ അപ്പോൾ. രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പോൾ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.